ഇത് ഇങ്ങനെ ഒരു ഉപദേവതയായിട്ട് ആരാധിക്കുന്ന സമ്പ്രദായമല്ല, ഇത് കുടുംബത്തിൻ്റെ സമസ്ത ഐശ്വര്യങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന തരത്തിൽ പല തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് അവരതിനകത്തേക്ക് കൊണ്ടുവരാം. പിന്നെ സർപ്പത്തെ പൂജിക്കുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കണം. പലയിടത്തും ഈ കാരണവന്മാരോ കന്യകമാരോ പൂജിക്കുന്ന സ്ഥലങ്ങളിൽ പുനഃപ്രതിഷ്ഠ കഴിയുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കേണ്ട അവസ്ഥയാണ്. പല കുടുംബങ്ങളിലും വിളക്ക് പോലും വെക്കണ്ട, നിങ്ങൾ വിളക്ക് വെച്ചാൽ അശുദ്ധിയാവും എന്ന് പറഞ്ഞിട്ടുള്ള പല ആളുകളെയും നമുക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അവർക്ക് മതിയായിട്ടുള്ളൊരു ബോധവൽക്കരണം കൊടുക്കാനായിട്ടൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, സർപ്പത്തെ ആചരിക്കേണ്ടത് അവനവൻ തന്നെയാണ്. സന്തതി തന്നെയാണ് സർപ്പത്തെ ആചരിക്കേണ്ടത് എന്നുള്ളൊരു ബോധവൽക്കരണം കൊടുക്കാനായിട്ട് നമ്മൾ കഴിവതും ശ്രമിക്കാറുണ്ട്. പല വെല്ലുവിളികളും നമുക്ക് അതിനകത്തുണ്ട്. അപ്പോൾ അത്തരത്തിൽ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് ഈ സർപ്പം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെയാണ്, നിങ്ങളാണ് ഇതിനെ ആചരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൻ്റെ ബാക്കി പത്രമോ അതിൻ്റെ ഒരു ഉപദേവതയായിട്ടോ ഒക്കെ കൊണ്ടുപോകുന്ന പദ്ധതിയല്ല, ഇത് മഹത്തായിട്ടുള്ള ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് എന്ന ഒരു മെസ്സേജ് നമുക്ക് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഉപാസന അല്ലെങ്കിൽ ആരാധനാ പദ്ധതിയെപ്പറ്റി താല്പര്യത്തോടെ വരുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും.